നമസ്കാരം പ്രിയമുള്ളവരെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് മതസാമൂഹിക അടിസ്ഥാനത്തിൽ പദവികൾ വിഭജിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. മിക്കപ്പോഴും കോൺഗ്രസ്സുകാർ അതിന് നിർവചനം കൊടുക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും അതുപോലെ എല്ലാ മതങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോഴും കെ പി സി സി പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും ഡി സി സി പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും പരിഗണന നൽകി ആ സമുദായത്തിലും മതത്തിലും ജാതിയിലുമൊക്കെയുള്ള ആളുകളെ മന്ത്രിമാരും കെ പി സി സി മെമ്പർമാരും ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ ആക്കുന്നതെന്നാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ കഴിവുള്ളവർ ഈ സാമുദായിക അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് തഴയുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇപ്പോൾ 2026 കോൺഗ്രസ് നിയമസഭാ ഇലക്ഷൻ വിജയിച്ച് അധികാരമേൽക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും വി ടി ബലവറാമിനെ പോലെ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പലരും മന്ത്രിമാരാകും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പിറന്നു വീണ സമുദായത്തിൽ മറ്റു ചിലരെ മന്ത്രിമാരാക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം അവഗണിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ അൻവർ സാദത്തായാലും അങ്ങനെ ഒരുപാട് പേർ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും അവർ പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൽ മറ്റൊരാളെ മന്ത്രിയാക്കിയത് കൊണ്ട് അവരെ കൂടി മന്ത്രിയാക്കാൻ പറ്റില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് കോൺഗ്രസിനെ സോഷ്യൽ മീഡിയയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും വിശദീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കോൺഗ്രസ്സിലെ ഒരണിയും അവരുടെ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ മന്ത്രിയാക്കിയില്ല എന്നതിൻ്റെ പേരിൽ അവർ ആ പ്രസ്ഥാനത്തോട് പിണക്കം രേഖപ്പെടുത്തും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൽ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, ഹിന്ദു മതം അനുസരിച്ച് പ്രാർത്ഥന നടത്തുന്ന, ഇസ്ലാം മതം അനുസരിച്ച് പ്രാർത്ഥന നടത്തുന്ന, ക്രൈസ്തവ മതം അനുസരിച്ച് പ്രാർത്ഥന നടത്തുന്ന വലിയ ജനവിഭാഗം ആ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുണ്ട്. പക്ഷേ അവരിലാരെങ്കിലും മറ്റുള്ള ഏതെങ്കിലും സമുദായ അംഗത്തെ മന്ത്രിയാക്കി എന്നതിൻ്റെ പേരിൽ ആ പ്രസ്ഥാനം വിട്ടുപോകുന്നവരല്ല. അവർ മതവിശ്വാസം വെച്ച് പുലർത്തോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിശാലമായ മതേതര കാഴ്ചപ്പാടും ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്നൊരു വിചാരം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഈ മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായിട്ട് കഴിവുള്ള ആളുകൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അത് കെ പി സി സി പ്രസിഡന്റ് പദത്തിലായാലും മന്ത്രിമാരായാലും ഒക്കെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക സാമുദായിക സംഘടനകളും കോൺഗ്രസ്സിന് എതിരായിരുന്നു. അവർ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും, അതിൻ്റെ ബലത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നേടിയെടുക്കാം എന്ന് കരുതി. അതുകൊണ്ട് തന്നെ അവർ വ്യക്തമായിട്ട് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും പിന്തുണച്ച ആളുകളാണ്. അപ്പോൾ അവരുടെ സമുദായാംഗങ്ങൾക്കൊക്കെ പരിഗണന അവർ പറഞ്ഞതിൻ്റെ പേരിൽ കൊടുക്കുക എന്ന് പറയുന്നത് അല്പം അപഹാസ്യമായ പരിപാടി കൂടിയാണ് എന്നെനിക്ക് പറയാനുണ്ട്. അത് ഇപ്പോൾ എ പി വിഭാഗമായാലും അല്ലെങ്കിൽ SNDP ആയാലും NSS ആയാലും ഒക്കെ അവർ വ്യക്തമായ ഇടതുപക്ഷ ചായ്വ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ ഈ തിണ്ണനിറങ്ങുവാനുള്ള സമീപനങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പിന്താങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും KPCC പുനഃസംഘടന നടക്കുകയാണ്. KPCC പുനഃസംഘടനയുടെ സമയത്ത് കാര്യഗൗരവമായ പ്രസ്ഥാനത്തെ നയിക്കുവാൻ കഴിയുന്ന വീക്ഷണവും കാഴ്ചപ്പാടുമൊക്കെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെയും ഈ സമുദായ പരിഗണന നോക്കാതെ തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയൊരു ഒഴുക്കിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇപ്രാവശ്യത്തെ ഇലക്ഷനെ വിജയിച്ചിട്ടുള്ളത്. അത് 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലായിരുന്നു. മാത്രമല്ല മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെയും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സത്യവുമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തുലവും ദുർബലമാണ്. അതിൻ്റെ ഒരു ബലത്തിലല്ല കോൺഗ്രസ് വിജയിച്ചത്. ഒരുപക്ഷെ സംഘടനാ സംവിധാനം കൂടി CPM-നെയോ BJP-യോ പോലെ ശക്തമായിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ 120-ലധികം സീറ്റുകൾ നേടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചെറിയ ചെറിയ വോട്ടുകൾക്കൊക്കെ പരാജയപ്പെട്ട ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. CPM-നെ സംബന്ധിച്ച് ഒരു മണ്ഡലം പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം. കാരണം അവിടെ CPM-ൻ്റെ എല്ലാ മിഷനറിയും പ്രവർത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ അവരുടെ മിഷനറി ഇല്ലാത്തത് കൊണ്ട് പരാജയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അത്രമേൽ മോശമാണ് മിക്ക ജില്ലകളിലും കോൺഗ്രസിൻ്റെ ബൂത്ത് തലം മുതലുള്ള ഘടകങ്ങൾ എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരത്തുമൊക്കെ. തിരുവനന്തപുരത്ത് പിന്നെ അപ്രതീക്ഷിതമായ 7 സീറ്റ് നേടി എന്ന് പറയാം. പക്ഷേ തൃശ്ശൂർ
അവിടെയും LDFന് പിറകിലാണ് കോൺഗ്രസ്സിന് ഇത്രയും വലിയ തരംഗത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് തലത്തിൽ പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ആളുകൾ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം. അത് സമുദായവും ജാതിയും ഒന്നും പരിഗണിക്കാതെ ആകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കോൺഗ്രസ് നേടിയ വിജയം അത് ഒരു ഒഴുക്കിൽ നേടിയ വിജയമാണ്. ഒരിക്കലും കോൺഗ്രസിൻ്റെ അടിത്തട്ട് ശക്തമല്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CPM സംഘടനാ സംവിധാനം കൊണ്ട് ശക്തമായി തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത ലോക്സഭാ ഇലക്ഷനിലൊക്കെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധ്യതയുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് അടൂർ പ്രകാശും ഒപ്പം ഷാഫി പറമ്പിലുമായിരിക്കും അനുയോജ്യർ എന്നാണ്. അടൂർ പ്രകാശ് ഒരു ഓളങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം വരാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്തെ ചില സമീപനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സൈലൻ്റായ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന ആളാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. പ്രത്യേകിച്ചും ബൂത്ത് പ്രസിഡന്റുമാരുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം. നേതാക്കന്മാരെക്കാൾ ഉപരിയായിട്ട് അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകരെ ഉത്തേജിപ്പിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. കേരളത്തിലെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഉസ്താദ് എന്ന് അദ്ദേഹത്തെ പറയാം. കാരണം ഇത്ര കാര്യക്ഷമമായിട്ട് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ അത്രത്തോളം അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ പ്രദാനം ചെയ്യുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഞാൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം വളരെ മോശം സംഘടനാ സംവിധാനം കോൺഗ്രസിനുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, 2 പ്രാവശ്യം വിജയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മികവാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. അത് മിക്കപ്പോഴും ബൂത്ത് പ്രസിഡന്റുമാരുമായിട്ട് ഡയറക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്നു അദ്ദേഹം എന്നതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം പാർട്ടിയുടെ അടിസ്ഥാന ഘടകം ബൂത്ത് പ്രസിഡന്റുമാരാണ് എന്ന്. അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ ഒരു ഓപ്ഷൻ അടൂർ പ്രകാശ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഊർജ്ജസ്വലമായി സംസ്ഥാനത്തുടനീളം ഓടി നടക്കുവാൻ കഴിയും. യുവജനങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായി അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയും അതും പ്രധാനപ്പെട്ട ഘടകമാണിപ്പോൾ. അതിലുമായി യുവജനങ്ങളുമായിട്ട് സംവദിക്കുവാൻ കഴിയും. കാരണം യുവജനങ്ങൾ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരുന്നത് ആ പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിലേക്ക് യുവജനങ്ങൾ വന്നത് ഈ 2026 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിലും സംശയമില്ല. എൻ്റെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും MPമാരാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. MPമാരെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബൂത്ത് തല വളർച്ചയ്ക്ക് ഈ 2 നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ സംസ്ഥാന കോൺഗ്രസിനെ നയിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.